ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൊട്ടറ്റോ കൊണ്ടൊരു ഫിംഗർ ചിപ്സ് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ലോണം ഇതുണ്ട്, ഈ സൈസിൽ അരിഞ്ഞെടുക്കണം ഉരുളക്കിഴങ്ങ്. ഇങ്ങനെ എല്ലാം ഒരേ സൈസായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ ചിപ്സാണ്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, 4 ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിക്കോട്ടെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് പീസ് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കൊണ്ടു മരിയണം കേട്ടോ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഫിംഗർ ചിപ്സ്. എല്ലാവരും 4 മണി സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ ചിപ്സാണ് ചോദിക്കാറ്. മിക്ക കുട്ടികളും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് വീട്ടുപണിക്ക് പോയപ്പോൾ അവിടെ വൈകുന്നേരം 4 മണിക്ക് പലഹാരം ഉണ്ടാക്കണമെങ്കിൽ പിള്ളേർക്ക് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയും. അവർ വരുമ്പോൾ തന്നെ ചിപ്സ് ഉണ്ടാക്കിയോ ആൻറ്റി എന്ന് ചോദിക്കാറുള്ളൂ. നല്ലോണം മൊരിഞ്ഞിട്ടെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തളതളാന്നിരുന്ന് പോകും. കഴിഞ്ഞ ദിവസം ഞാൻ ജാതിക്കയുടെ അച്ചാറുണ്ടാക്കിയില്ലേ, ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് കുറച്ച് ജാതിക്ക നമ്മുടെ മുറ്റത്തുനിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ അച്ചാറിട്ടതാണ് കേട്ടോ. നമ്മളെ കാണിക്കാൻ പറ്റിയില്ല, എന്നാലും ഇത്രയും അച്ചാറുണ്ടായി.
കോരിയെടുക്കാട്ട് മൂത്തതുണ്ട്. അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഈ മഴ ഇങ്ങനെ പിടിച്ചേക്കുന്നതുകൊണ്ട് ഒത്തിരി കൊതുകുണ്ട് നമ്മുടെ പരിസരത്ത് കേട്ടോ. നമ്മുടെയൊക്കെ കടിക്കുമോ, മേത്ത് കയറി ഒന്ന് കടിച്ച് ഭയങ്കര ചൊറിച്ചിലാണ് കൊതുക്. ഇഷ്ടം പോലെ കൊതുകുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതിനോട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണ്ട് മൂത്തിട്ടുണ്ട് ഫിംഗർ ചിപ്സ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം കേട്ടോ. നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചിപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ ചിപ്സാണ്. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അപ്പം ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു ടെക്നിക്കും കൂടി ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി വെതറി കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അടുത്ത വീഡിയോ വരേക്കും. ബൈ.